വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹബീസ് ടീച്ചിങ് വേൾഡിൻ്റെ പുതിയൊരിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താ വേറെ ഒന്നുമല്ല, നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ബേസിക് ഗ്രാമർ. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാവരുടെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ബേസിക് ആയിട്ടുള്ള പോർഷനാണ്. മറ്റന്നാൾ മുതൽ നമുക്ക് പരീക്ഷ തുടങ്ങുകയാണ്. ക്ലാസ് അറേഞ്ച്മെൻറ്റിൻ്റെയൊക്കെ ലിസ്റ്റ് ഇന്ന് വന്നു. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കാം. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് വെക്കുക. ഫസ്റ്റിലത്തെ ആക്ടിവിറ്റി ആയിട്ട് ചോദിക്കുന്നത് റീഡിങ് കോംപ്രഹെൻഷൻ ആയിരിക്കും. UP-കാർക്കാണ് ബേസിക് ലെവലായിട്ട് റീഡിങ് കോംപ്രഹെൻഷൻ ചോദിക്കുക. അതായത് 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് റീഡിങ് കോംപ്രഹെൻഷൻ ആയിരിക്കും. 8ലോട്ടൊക്കെ വരുമ്പോൾ അതെന്താവും, പാഠത്തിൽ നിന്ന് ബേസ് ചെയ്തിട്ടുള്ള 4 വൺ വേർഡ് ക്വസ്റ്റ്യൻസ്. നമുക്ക് ഇംഗ്ലീഷിൽ 14 മാർക്കിനൊക്കെയാണ് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. അതായത് 14 വൺ വേർഡ് ക്വസ്റ്റ്യൻസ് എഴുതാനുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നെക്സ്റ്റ് നോക്കാം. ഡയറി എൻട്രി ഉണ്ടാവും. അതുപോലെ തന്നെ കോൺവെർസേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, എഴുതാനറിയാമല്ലോ. ബേസിക് ഗ്രാമറും ക്വസ്റ്റ്യൻ ടാഗും ഒക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ ടാഗൊന്നും നമ്മൾ വീഡിയോസിൽ ചെയ്തിട്ടില്ല. നാളത്തെ വീഡിയോ ആയിട്ട് എന്തായിരുന്നാലും വരുന്നതായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ്. അതുപോലെ തന്നെ എന്തായിരുന്നു ക്വസ്റ്റ്യൻ ടാഗ്, yes or no ക്വസ്റ്റ്യൻസ്, WH ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ വരുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇൻവിറ്റേഷൻ കാർഡ്, അതായത് നമ്മളൊരു ആളെ സ്വീകരിക്കാൻ എഴുതുന്ന ബർത്ത്ഡേ കാർഡ് പോലെയൊക്കെ എഴുതുന്ന ആ ഒരു കത്ത്. അടുത്തത് അറേഞ്ച് ഇവൻറ്റ്സ്, അതായത് ഒരു കഥയുടെ ഒരു ഭാഗം നിങ്ങൾ പഠിച്ച കഥയാവണമെന്നില്ല, അത് പഠിക്കാത്ത കഥയിൽ നിന്ന് നമുക്ക് വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കഥാഭാഗം തന്നിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് അത് അറേഞ്ച് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് തരും. ഓക്കെ, അപ്പം നെക്സ്റ്റ് നോക്കാം. എഡിറ്റിങ് എന്തായിരുന്നാലും മസ്റ്റായിട്ട് ലാസ്റ്റത്തെ ആക്ടിവിറ്റിയിൽ കാണുന്നതായിരിക്കും. ഞാനത് ഉറപ്പ് പറയുന്നു. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും എഡിറ്റിങ്. നെക്സ്റ്റ് 7ാമത് തോട്ട്സ് ആണേ. നമ്മളൊക്കെ അറിയാമല്ലോ തോട്ട്സ് എന്താണ്. ഇങ്ങനെയൊക്കെ എഴുതിയത് ഗുഡ് ബട്ട് ക്യാൻ ഐ ഡു, ഓ മൈ ഗോഡ്, ഇങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് എഴുതി വെച്ചാൽ മതി. ഓക്കെ, കുറേ ഓ മൈ ഗോഡ് അതിനകത്ത് മാറിക്കോരി ഇട്ട് കഴിഞ്ഞാൽ മതി. അതാണ് തോട്ട്സ്. ഓ മൈ ഗോഡ് വാട്ട് ക്യാൻ ഐ ഡു, ഇതായിരുന്നു എൻ്റെ മെയിൻ. ഓ മൈ ഗോഡ് വാട്ട് ക്യാൻ ഐ ഡു, വാട്ട് ഹാപ്പൻ, ഓ മൈ ഗോഡ് വാട്ട് ക്യാൻ ഐ ഡു, വാട്ട് ഹാപ്പൻ ടു മീ, വാട്ട് ഹാപ്പൻ ദിസ് ഡേ ഈസ് എ വേഴ്സ്റ്റ് ഡേ, വാട്ട് ഈസ് ദിസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ എഴുതുന്നത്. അടുത്തത് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. അതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നമ്മൾ ചെയ്തിട്ടില്ല. അപ്പം നമുക്കത് പഠിക്കാം. ഓക്കെ, ഇതാ നോക്കിക്കോളാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നല്ല രീതിയിൽ വായിക്കാം. ക്വസ്റ്റ്യൻ തന്നെ 2 പാരഗ്രാഫ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അത്രയും ഡീപ്പായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് 3-4 പാരഗ്രാഫെങ്കിലും 2 ലൈൻ വെച്ച് വരുന്ന 3-4 പാരഗ്രാഫ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. Write a newspaper report about the welcome event for new children. അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് ആ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന് കൊടുക്കാനുള്ള ചെറിയ ഹെഡിങ് കിട്ടി. എന്താണ്? വെൽക്കം ഇവന്റ് ഫോർ ന്യൂ ചിൽഡ്രൻ. അതിൻ്റെ കൂടെ നിങ്ങൾ ചേർക്കുന്ന ആ ഒരു സ്കൂളിൻ്റെ പേരും കൂടെ എഴുതാം. തീർന്നു, ഇത്രയേ ഉള്ളൂ. വെൽക്കം ഇവന്റ് ഫോർ ന്യൂ ചിൽഡ്രൻ. ഇറ്റ് മീൻസ് പുതിയ കുട്ടികളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്കൂളിലൊരു പ്രോഗ്രാം നടക്കുന്നു. സ്കൂളിൻ്റെയൊക്കെ പേര് നമുക്ക് തോന്നിയത് പോലെയൊക്കെ കൊടുക്കാം. വേണമെങ്കിൽ എങ്ങനെയൊക്കെ കൊടുക്കാം, PQRS സ്കൂൾ, ആൽഫബറ്റിക് സ്കൂൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞ പേരൊക്കെ കൊടുക്കാം. അക്ഷരമാല സ്കൂൾ, അതുപോലെ തന്നെ ഈ സ്കൂൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് പേര് കൊടുക്കാം. ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ഹെഡിങ് എഴുതാം. വെൽക്കം ഇവന്റ് ഫോർ ന്യൂ ചിൽഡ്രൻ. സ്കൂളിൻ്റെ പേര് എഴുതാം. അറ്റ് ABC സ്കൂൾ. ഞാനിവിടെ കൊടുത്തത് ABC സ്കൂൾ എന്നാണ്. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങൾ ആ ഹെഡിങ് കൊടുക്കാം. നല്ല അട്രാക്റ്റീവായിട്ട് കൊടുക്കണം. അതായത് നമ്മൾ ഇങ്ങനെ ന്യൂസ് പേപ്പർ എടുക്കുമ്പോൾ, ഇപ്പൊ എക്സാമ്പിൾ ന്യൂസ് പേപ്പർ എടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താ, ഹെഡ്ലൈൻ വായിച്ചിട്ടല്ലേ നമ്മൾ ബാക്കിയിലോട്ട് കിടക്കുന്നത്. ഹെഡ്ലൈൻ അത്രത്തോളം പ്രാധാന്യമുണ്ട്. ഓക്കെ, അപ്പൊ ഹെഡ്ലൈൻ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പ്ലേസും നെയിം ഓഫ് റിപ്പോർട്ടർ, അതായത് ഇപ്പോൾ പാലക്കാടാണെന്ന് വെക്കാം. പാലക്കാടിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്ന ഇഷ്ടമുള്ളൊരു പേര്, ഇപ്പം സുമേഷ് എന്ന് പറയുന്നൊരു പേരിരിക്കട്ടെ. സാധാരണ ന്യൂസ് റിപ്പോർട്ടർമാരുടെയൊക്കെ പേര് അങ്ങനെയാണ്. ഇപ്പം നോക്കാം. എല്ലാവർക്കും നമസ്കാരം, പാലക്കാടിൽ നിന്നും സുമേഷ്. അപ്പോൾ ഇന്നത്തെ പ്രധാന വാർത്തകൾ എന്നും പറഞ്ഞിട്ടൊക്കെ അല്ലേ തുടങ്ങാറ്. അപ്പം അതുപോലെ തന്നെ എന്താണ്, വെൽക്കം ഇവന്റ് ബൈ ABC സ്കൂൾ എന്ന് പറഞ്ഞ് നിങ്ങളൊരു വലിയ ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് ABC സ്കൂൾ ഹോസ്റ്റഡ് എന്നിട്ട് എഴുതി തുടങ്ങുക കേട്ടോ. The ABC school hosted a warm welcome event for new school students on June 3rd to the
ABC സ്കൂളിലെ കുട്ടികൾ എന്ത് ചെയ്തു, സീനിയർ കുട്ടികൾ കേട്ടോ, അതായത് ABC സ്കൂളിലൊരു 5ാം ക്ലാസ് വരെ നമുക്ക് വയ്ക്കാം. 5ാം ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും കൂടെ LKG വന്ന കുട്ടികൾക്ക് ഒരു സ്വീകരണം ഒരുക്കിയിരിക്കുന്നു. എന്നാണ്? ജൂൺ 3 ഒരുക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് കൊടുക്കാം, വേണമെങ്കിൽ December 31 എന്നൊക്കെ ഇത് കൊടുക്കാം. ഓക്കെ, അതുപോലെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് കൊടുക്കാം. സോ പൊതുവേ നമ്മുടെയൊക്കെ നാട്ടിൽ ജൂണിലാണ് സ്കൂൾ തുറക്കുന്നത്. പക്ഷേ ജൂലൈയിലൊക്കെ സ്കൂൾ തുറക്കുന്ന രാജ്യങ്ങൾ കാണും. ജൂലൈയിലും ഒക്ടോബറിലും ഡിസംബറിലും എന്തിനു പറയാൻ ജാനുവരിയിൽ വരെ സ്കൂൾ തുറക്കുന്ന വില്ലേജുകളൊക്കെ ഉണ്ട്. വില്ലേജ് അല്ല, നാടുകൾ, സോറി കൺട്രീസ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മുടെ കേരളത്തിൽ സാധാരണ ഇന്ത്യയിലെല്ലാം ജൂൺ 3 സ്കൂൾ തുറക്കാറ്, അഥവാ ജൂൺ 1. ഓക്കെ, ഇപ്പം ശനി ഞായറൊക്കെയാണ് ജൂൺ 1 എന്നുണ്ടെങ്കിൽ ജൂൺ 3 ആക്കും. ഓക്കെ, ജൂൺ 5 ഇതുവരെ എനിക്ക് സ്കൂൾ തുറന്നിട്ടില്ല, എന്താണ് എന്താ. ഓക്കെ, the program was inaugurated by Honorable Minister. ആ പ്രോഗ്രാം നമ്മുടെ പ്രധാനപ്പെട്ട മന്ത്രിയായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ, സർ പ്രധാനപ്പെട്ട ബഹുമാനീയനായ മന്ത്രി. ഓക്കെ, അപ്പം അടുത്ത് നോക്കാം. He talks about the increasing use of drugs among school students. ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് നേരിടുന്ന ഒരു പ്രശ്നമാണ് ലഹരി ഉപയോഗം. നമ്മുടെ സ്കൂൾ സ്റ്റുഡൻസിൽ ഉണ്ടാകുന്ന LKG പിള്ളേർക്കൊക്കെ ഇങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്, ലഹരി ഉപയോഗം എന്തിനെന്ന്. സോ ഗൈസ്, കുഴപ്പമില്ല ഗൈസ്, നമുക്ക് LKG പിള്ളേരെന്നൊക്കെ പറഞ്ഞെങ്കിൽ ആശ്രദിക്കാം. ഇപ്പോൾ സ്കൂളിലൊക്കെ പൊതുവേ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് എന്തെന്ന് പറയുന്നത്, ലഹരി ഉപയോഗം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെതിരെയാണ് അദ്ദേഹം സംസാരിച്ചതെന്നാണ് ഇവിടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ നമ്മുടെ സുമേഷ് മാമൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. Next, after the speech, the headmaster gave advices and instruction to the new students. പുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഹെഡ് മാസ്റ്റേഴ്സ് എന്ത് ചെയ്തു, ഹെഡ് മാസ്റ്റേഴ്സ് ഇങ്ങനെ ചെയ്യരുത്, ഈ സ്കൂളിൽ ഇങ്ങനത്തെ നിയമങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇൻസ്ട്രക്ഷൻ കൊടുത്തു. ചാടരുത്, ഓടരുത്, പിടിക്കരുത്, അതിൽ തൊടരുത്, ഇതിൽ തൊടരുത്, നിങ്ങൾ മര്യാദയ്ക്ക് വരിക, സ്കൂളിൽ ഇരിക്കുക, പഠിക്കുക, പോവുക, ഇത് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ, കളിക്കാറിങ്ങരുത്, ഒന്നും ചെയ്യരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇൻസ്ട്രക്ഷൻ കൊടുത്തു. ഓക്കെ, അടുത്തത് എന്താണ്? To the new then the senior students welcome to the new ones by a beautiful welcome dance. Senior students ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെൽക്കം ഡാൻസിൽ നമ്മുടെ കുട്ടികളെയൊക്കെ വെൽക്കം ചെയ്തു. നമുക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഗൈസ്, നമുക്ക് ആകെ കുറേ പ്രസംഗം ഉണ്ടായിരുന്നു സ്കൂളിൽ, കുറേ പ്രസംഗം. ഓക്കെ, 1-2 മണിക്കൂർ അങ്ങനെ പ്രസംഗം കേട്ടങ്ങ് ഇരുന്നു. അടുത്തത് എന്താണ്? The children also performed many cultural dances like ഭരതനാട്യം, മോഹിനിയാട്ടം, etc. അതായത് ആ കുട്ടികളൊക്കെ എന്ത് ചെയ്തു, ഭരതനാട്യവും മോഹിനിയാട്ടവും ഒക്കെ കളിച്ചു എന്നാണ് പറയുന്നത്. ആരെങ്കിലും ഒക്കെ കലോത്സവത്തിനല്ലാതെ ഭരതനാട്യവും മോഹിനിയാട്ടവും എൻ്റെ സ്കൂളിൽ ഇതുവരെയും അങ്ങനെയൊന്നും കളിച്ചിട്ടില്ല. വെൽക്കം ഡേക്കൊക്കെ അങ്ങനെയൊന്നും കളിക്കില്ല ഗൈസ്, ഭരതനാട്യം എക്സെട്ര. ഓക്കെ, നിങ്ങൾ എൻ്റെ ചളികളൊന്നും ശ്രദ്ധിക്കരുത്, ഇതിൽ മാത്രം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നോക്കാം. ലാസ്റ്റ് ഇയർ ദ റിസൾട്ട് ഇൻ ദ സ്കൂൾ വാസ് റിമാർക്കബിൾ. അതായത് ഈ സ്കൂളിലെ റിസൾട്ട്, കഴിഞ്ഞ വർഷത്തെ ഈ സ്കൂളിലെ റിസൾട്ട് വളരെ മറക്കാനാവാത്തതായിരുന്നു എന്ന് പറയാണ്. അത്രയും ഉയർന്നതായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. സോ ദർ ഈസ് എൻ ഇൻക്രീസ് ഇൻ ദ ന്യൂ അഡ്മിഷൻസ്. അതുകൊണ്ട് തന്നെ അതിങ്ങനെ അറിയപ്പെട്ട് കുറേ അഡ്മിഷൻസ് വന്നു. ഈ അമ്മമാരെയൊക്കെ വിചാരം സ്കൂളിൽ ചേർത്ത കൊച്ചുങ്ങൾ വലിയ ഓളവും വലിയ നല്ല മാർക്ക് കിട്ടുന്നൊക്കെയാണ്. അതിന് പഠിച്ചാലല്ലേ മാർക്ക് കിട്ടുള്ളൂ, അത് പഠിക്കണമെന്ന് വിചാരിക്കണ്ടേ. ഓക്കെ, ഹിയർ ഈച്ച് സ്റ്റുഡൻറ് ഗെറ്റ് പ്രോപ്പർ കെയർ ആൻഡ് ഹെൽപ്പ് ഫ്രം ടീച്ചേഴ്സ്. എല്ലാ കുട്ടികൾക്കും, ഓരോ കുട്ടികൾക്കും ടീച്ചർമാരിൽ നിന്ന് കെയറും അതുപോലെ തന്നെ എന്താ പറയുക, എന്തായിരുന്നു, ഹെൽപ്പും സഹായവും ഒക്കെ കിട്ടും. ഓക്കെ, അടുത്തത് from this year the school had a new building and all the classrooms are high tech. അതായത് ഇപ്രാവശ്യം സ്കൂളിൽ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടായി, അതുപോലെ തന്നെ ആ ക്ലാസ്സുകളെല്ലാം ഹൈടെക്കും ആയിരുന്നു. There is also a well facilitated computer lab. അത് അവിടെ ഒരുപാട് നല്ല കമ്പ്യൂട്ടർ ലാബൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. നമ്മുടെ കോഴിക്കോട് സ്കൂളിലും ഉണ്ടായിരുന്നു. പക്ഷെ ഉണ്ടായിരുന്നു, ആള് കുറവുള്ള ദിവസമാണെങ്കിൽ ഒരാൾക്കൊരു കമ്പ്യൂട്ടർ അങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷെ കുറേ കമ്പ്യൂട്ടർ മീൻസ് ഒരു 2-3 മറക്കുന്നല്ല. അപ്പം 2-3 പിള്ളേർക്ക് 2 പേര് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കേണ്ടി വരും. ഓക്കെ, പക്ഷെ ലാസ്റ്റൊക്കെ ആയപ്പോൾ അതങ്ങ് സെറ്റായി, ഓരോരുത്തർക്ക് ഓരോ കമ്പ്യൂട്ടറൊക്കെ ആയി ഗൈസ്. അടുത്തത്, we want such high-tech schools for our upcoming generation. നമുക്ക് ഇതുപോലെയുള്ള ഹൈടെക് സ്കൂൾസ് ആണ് എന്ത് ചെയ്യേണ്ടത്, ഇനി വരുന്ന ജനറേഷന്
വേണ്ടത് എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് പോയി പരീക്ഷ എഴുതുക. അപ്പോൾ ഇത്രയുള്ളൂ, ബൈ.